ഹലോ കൂട്ടുകാരെ, ഞാനാണ് ബാർബരാവും. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയാണ് സമയം ഉറങ്ങാത്ത രാജ്യം. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും കമന്റ് ചെയ്യണേ. ഒരു കാലത്ത് ചന്ദ്രൻ പൂർണ്ണമായി തെളിഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു. ആ രാജ്യം നക്ഷത്രങ്ങൾ കൊണ്ട് തിളങ്ങി നിൽക്കും. ദൂരെ ഒരു കൊട്ടാരം കാണാം. അത് മുഴുവനും വിളക്ക് കത്തി നിൽക്കുകയാണ്. അത് കാണാൻ നല്ല ഭംഗിയാ. എല്ലാ ശാന്തം, എല്ലാ സുന്ദരവും. പക്ഷേ ഈ രാജ്യം ഒന്ന് വ്യത്യസ്തമാവുന്നു. കാരണം ഇവിടെ സമയം തന്നെ ഉറക്കമാണ്. ഈ രാജ്യം പുറത്തുനിന്ന് കാണുമ്പോൾ എല്ലാം ശാന്തമാണ്. കാറ്റ് പോലും പതുക്കെ വീശുന്നപോലെ തോന്നും. ആളുകളെല്ലാം സന്തോഷത്തോടെ ജീവിച്ചതുപോലെ തോന്നും. എപ്പോഴും ശാന്തി സമാധാനവും. എന്നാൽ ഈ ശാന്തത എപ്പോഴും ഇങ്ങനെയല്ല. ഒരു കാലത്ത് ഈ രാജ്യം മറ്റെല്ലാ രാജ്യങ്ങളെ പോലെ തന്നെ ആയിരുന്നു. കുട്ടികൾ കളിച്ചും ആളുകൾ ചിരിച്ചും ചിലപ്പോൾ കരഞ്ഞും സമയം ഇങ്ങനെ മുന്നോട്ട് നീങ്ങി. ഒരു ദിവസം ഈ രാജ്യം സമയം തന്നെ നിർത്താൻ തീരുമാനിച്ചു. അന്നു മുതൽ രാത്രിയാകുമ്പോൾ സമയം പതുക്കെ ഉറങ്ങാൻ തുടങ്ങി. ഈ രാജ്യത്തൊരു റാണി ഉണ്ടായിരുന്നു. അവൾ രാജ്യം മൊത്തം സ്നേഹിച്ചു. പക്ഷെ അവളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ദുഃഖം ഉണ്ടായി. ഒരു ദിവസം അവളുടെ കുഞ്ഞിനെ അവൾക്ക് നഷ്ടമായി. അന്നു മുതൽ റാണിയുടെ ചിരി പതുക്കെ മാഞ്ഞു. രാജ്യം മുഴുവൻ മുമ്പത്തെ പോലെ സന്തോഷമായി വരുന്നു. പക്ഷെ റാണിയുടെ ഹൃദയം പൊട്ടുകയായിരുന്നു. ഒരു ദിവസം രാത്രി റാണി നക്ഷത്രങ്ങൾ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ റാണി പതുക്കെ പറയൂ, നീ ഒന്നും മാറരുതേ, ആരെയും കഷ്ടപ്പെടുത്തരുതേ. അപ്പോൾ അത്ഭുതം സംഭവിച്ചു. അപ്പോൾ രാജ്യത്തിന്റെ ഒത്ത നടുക്ക് ഒരു അവർ ഗ്ലാസ് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അവർ ഗ്ലാസ് പറഞ്ഞു, സമയം ഉറങ്ങിയാൽ വേദന ഉണ്ടാവൂല. ഇത് കേട്ടതും റാണി സമ്മതിച്ചു. അന്നു മുതൽ രാത്രി 12 മണിയാകുമ്പോൾ സമയം നിന്നു പോവും. ആളുകൾ നിൽക്കും, പക്ഷികൾ ആകാശത്ത് പറന്നു നിൽക്കും, വിളക്ക് കത്തി നിൽക്കും. ഒരു രാജ്യം മുഴുവനും ഒരു സ്വപ്നം പോലെ നിശ്ചലമായി നിൽക്കും. അങ്ങനെ ആ രാജ്യം സമയം ഉറങ്ങുന്ന രാജ്യമായി മാറി. ഒരു രാത്രി ഒരു കുട്ടി ആ രാജ്യത്തേക്ക് വന്നു. അവന്റെ പേരാണ് ആര്യൻ. അവൻ ആ രാജ്യം കൗതുകത്തോടെ നോക്കി. എല്ലാം ശാന്തം, എല്ലാം നിശ്ചലം. അങ്ങനെ 12 മണി മുഴുങ്ങി. ആ നിമിഷം രാജ്യം മൊത്തം നിന്നുപോയി. ആളുകൾ നടക്കുന്നത് നിർത്തി, പക്ഷികൾ പറക്കുന്നത് നിർത്തി, വിളക്കുകൾ കത്തുന്നത് നിശ്ചലമായി. പക്ഷെ ഒരു കാര്യം മാത്രം വ്യത്യസ്തമായിരുന്നു. ആര്യം മാത്രം നിന്നില്ല. അവൻ കണ്ണടച്ച് ശ്വാസം വിട്ടു. എന്നിട്ട് ചോദിച്ചു, എല്ലാവരും ഉറക്കമാണോ? അവൻ അവന്റെ ചുറ്റും ഒക്കെ നോക്കി. അപ്പോൾ കണ്ടത് രസകരമായ കാഴ്ചകളായിരുന്നു. ഒരു മനുഷ്യൻ നടന്നു നിന്നപ്പോൾ നിന്നുപോയി. ഒരു മനുഷ്യൻ തുമ്മിയപ്പോൾ നിന്നുപോയി. ഒരു പട്ടിക്കുട്ടി ചുളിവ് തീർച്ചപ്പോൾ നിന്നുപോയി. ഒരു പൂച്ചക്കുട്ടി ചാടിയപ്പോൾ നിന്നുപോയി. ഇത് കണ്ട് ആര്യൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ഇവിടെ എല്ലാവരും ഉറങ്ങിപ്പോയി. അങ്ങനെ ആര്യൻ ആരെയും തട്ടാതെ പതുക്കെ സൂക്ഷിച്ചു നടന്നു. അപ്പോൾ ആര്യനെ ആരോ നിന്ന് വിളിച്ചു. ആര്യൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വെളുത്ത വേഷമിട്ട് ഒരു കാവൽക്കാരൻ അവിടെ നിൽക്കുന്നു. നിങ്ങൾ ഇവിടെ വരാൻ പാടില്ല, കാരണം ഇവിടെ സമയം തന്നെ ഉറക്കമാണ്. സമയം ഉണർന്നാൽ ദുഃഖമുണരും. അപ്പോൾ ആര്യൻ ചോദിച്ചു, സമയം ഉണർന്നാലല്ലേ സന്തോഷം വരത്തുള്ളൂ? അപ്പോൾ കാവൽക്കാരനൊന്നും മിണ്ടിയില്ല. ആ സമയം അവർ ഗ്ലാസിൽ ഒരു പൊട്ടൽ വീണു. അങ്ങനെ ആര്യൻ അവർ ഗ്ലാസിന്റെ അടുത്തേക്ക് വന്നു. പയ്യെ അവൻ അവർ ഗ്ലാസിലേക്ക് കൈവച്ചു. അപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. അവർ ഗ്ലാസിലൂടെ ചിത്രങ്ങൾ കാണാൻ തുടങ്ങി. ആളുകൾ ചിരിക്കുന്നതും കരയുന്നതും ആയ ഓർമ്മകൾ കാണാൻ പറ്റി. ആര്യൻ പതുക്കെ പറഞ്ഞു, സമയം ഉണർന്നാൽ കുറച്ച് ദുഃഖം വരും, അത് കഴിഞ്ഞാൽ സന്തോഷം വരും. അവന്റെ ആ വാക്കുകൾ ജനങ്ങളിലേക്ക് എത്തി. ആ നിമിഷം ഒരു അത്ഭുതം സംഭവിച്ചു. മണി മുഴങ്ങി. അപ്പോൾ അവർ ഗ്ലാസ് അപ്രത്യക്ഷമായി. അപ്പോൾ വിളക്കുകൾ പഴയ പോലെ കത്താൻ തുടങ്ങി. നിന്നുപോയ ആളുകൾ നടന്നു തുടങ്ങി. തുമ്മാൻ നിന്ന ആൾ അവസാനം തുമ്മി. ചുളിവ് നിന്ന നായൻ ചാടിയ പൂച്ചൻ നടക്കാൻ തുടങ്ങി. അങ്ങനെ രാജ്യം പഴയ പോലെയായി. ഇതെല്ലാം റാണി കണ്ടു. അപ്പോൾ റാണിക്ക് മനസ്സിലായി, സമയം മുന്നോട്ട് പോയാലേ സന്തോഷവും സങ്കടവും ഉണ്ടാവുള്ളൂ. റാണി ആകാശത്തോട്ട് നോക്കി പുഞ്ചിരിച്ചു. അങ്ങനെ അടുത്ത ദിവസമായി. ആര്യൻ
പതുക്കെ രാജ്യത്ത് നിന്ന് നടന്നു നീങ്ങുന്നു. അവരെ ആരും കണ്ടില്ല. അവരോട് ആരും വിട പറഞ്ഞില്ല. പക്ഷേ ആ രാജ്യം മുഴുവനും അവരോട് നന്ദി പറഞ്ഞു. അങ്ങനെ സമയം മുന്നോട്ട് നീങ്ങിയാലേ ജീവിതം സുന്ദരമാവൂ എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ കഥ ഇഷ്ടമായോ? ഇഷ്ടമായാൽ സബ്സ്ക്രൈബും കമന്റും ലൈക്കും ചെയ്യണേ. അടുത്തൊരു കഥയുമായി ബാർബരാവും ഇനിയും വരും. അതുവരെ ബൈ ബൈ.